നമസ്കാരം. കേരളത്തിലെ പുരാതനമായ ആയോധന കല ഏതാണ്? സംശയിക്കേണ്ട, കളരിപ്പയറ്റ് തന്നെയാണ്. ഈ കളരിപ്പയറ്റിൽ നിന്നാണ് മറ്റ് പല ആയോധന കലകളും രൂപപ്പെട്ടത് എന്നാണ് ചരിത്രം. അപ്പോൾ കളരിപ്പയറ്റിനും അതേപോലെ തന്നെ പാരമ്പര്യ ചികിത്സകൾക്കും വേറെ പ്രശസ്തമായ ഒരു കളരിയാണ് ഞാനിന്ന് ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിൻ്റെ ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. കോട്ടയം കുമാരനെല്ലൂരുള്ള ശ്രീ പാർത്ഥസാരഥി പാരമ്പര്യ മർമ്മ അടിമുറൈ കളരി സംഘം. ആ പേരിൽ തന്നെ ഒരു വീരത്വമുണ്ട്. അപ്പോൾ ഇവിടുത്തെ കളരിയെക്കുറിച്ചും അതേപോലെ പാരമ്പര്യ ചികിത്സകളെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കളരി ഗുരുക്കളാണ്. ആരാണെന്നല്ലേ? ഖമാൺ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ അറിയപ്പെടുന്ന കളരി ഗുരുക്കളായ സർവശ്രീ ഗോപൻ ഗുരുക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഗുരുക്കളെ നമസ്കാരം. നമസ്കാരം. കളരി ആ ഒരു ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നതൊക്കെ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുകയായിരുന്നു. എല്ലാം ആ തനത് ശൈലിയിൽ തന്നെയാണ്. ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്നിട്ട് എത്ര വർഷമായി? ഏകദേശം എനിക്കിന്ന് 58.5 വയസ്സായി. അത് ശരി. എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വള്ളുവനാർ കളരി സംഘത്തിൻ്റെ ഗുരുക്കളായിട്ടുള്ള തോമസ് ഗുരുക്കളുടെ മകനായിട്ടുള്ള ബേബി ആശാൻ അല്ലെങ്കിൽ തോമസ് ഗുരുക്കളുടെ അവർ ആദിവാസികളിൽ നിന്ന്, വയനാട് ആദിവാസികളിൽ നിന്ന് കളരിയും അതുപോലെ തന്നെ മർമ്മവിദ്യകളും മരുന്നും മന്ത്രങ്ങളും പഠിച്ചിട്ട് വന്നിരിക്കുന്ന ആണ്. ഇന്ന് കോട്ടയത്ത് കുമാരനെല്ലൂർ ആരോട് ചോദിച്ചാലും ആരും പറയും ആരാണ് ഗോപൻ ഗുരുക്കൾ. ഗോപൻ ഗുരുക്കളല്ല, അതല്ല, ആരാണ് തോമാപ്പിലൻ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ അതായത് കുമാരനെല്ലൂർ ഞെടുങ്ങും. കാരണം എത്ര ഒരു ആൾ എത്ര അപകടം പറ്റി 100 കഷ്ണങ്ങളായിട്ട് വന്നെന്ന് പറഞ്ഞാലും അതെല്ലാം കോർത്തിണക്കി അവരെ നല്ലൊരു വ്യക്തിയായിട്ടൊരു വ്യക്തി ജീവിതത്തിലൂടെ കടത്തിവിടുന്ന ഒരു മഹാമാനുഷികനും മാന്ത്രികനുമായിരുന്നു ശ്രീ തോമാപ്പലൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ദക്ഷിണ വെച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മകളുടെ മകനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പേരും തോമസ് ഗുരുക്കൾ തന്നെയാണ്. വള്ളുവനാർ കളരി സംഘം കുമാരനെല്ലൂരുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കാണക്കാരിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേറൊരു പേരൂടെ ഉണ്ട്, ബേബി ആശാൻ എന്ന് പറയുമ്പോൾ എടയാടി ബേബി എന്ന് പറഞ്ഞാൽ ഗുരുക്കുമാരുടെ ശിക്ഷണത്തിൽ വന്ന ആളാണ് താങ്കൾ. അതെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കളരികളാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഇതാണ് സംഭവം നമ്മൾ ചെയ്യുന്നത് ഇവിടെ? ഇന്ന് ഈ കളരിയും ഈ തന്നെ പലരും കളരി ഈ അഭ്യാസങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ നിഗൂഢമായിട്ട് വളരെ പ്രൊലോങ് ചെയ്ത് ഒത്തിരി കാലം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ശരി. അതും ആവശ്യമുള്ള കാര്യങ്ങളൊട്ട് പഠിപ്പിക്കുന്നുമില്ല. ആദ്യത്തെ ഏകദേശം 6 മാസം 1 വർഷത്തോളം എക്സർസൈസ് നിർക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു കാല് എടുക്കാൻ തുടങ്ങും. ഞാനൊക്കെ ഒരു 10-40 വർഷത്തോളം പിന്നെ ഒരു ആശാൻ്റെ കീഴിൽ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ശരി. അപ്പം ആദ്യം നേരെ കാലെടുത്തു, തിരിച്ചു കാലെടുത്തു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഒത്തിരി പ്രൊലോങ് ടൈം. സാധാരണ കഥകളി പഠിക്കുന്ന പോലെ തന്നെയാണ് ഈ നമ്മുടെ കളരിയും പഠിക്കുന്നത്. സത്യത്തിൽ ഒന്നും പഠിച്ചു വരുമ്പോഴായിരിക്കും നമ്മളിതിൻ്റെ അകത്ത് ഒന്നും അല്ലെന്ന് മനസ്സിലാകും. സാഗരമാണ്, അനന്തസാഗരമാണ് കളരി എന്ന് പറയുന്നത്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം ഡോക്ടറേറ്റ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് MA ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, M.Com ഫിനാൻസ് ആണ്. എങ്കിൽ തന്നെയും ആയോധന കലയുമായിട്ട് ബന്ധപ്പെട്ട് MA യോഗ
സീനിയേഴ്സ് കോളേജിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതിന് ചേർന്നിട്ടുണ്ട്. അപ്പം അത് പാസ്സായി കഴിഞ്ഞിട്ട് കളരിക്കകത്ത് ഡോക്ടറേറ്റ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ഇതെൻ്റെ അറിവെന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ അതേക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ മികച്ച രീതിയിലേക്ക് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് പാരമ്പര്യ ചികിത്സകൾ എന്തൊക്കെയാണ് ഇവിടെയുള്ളത്? പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണമായിട്ട് നമുക്കുണ്ടാകുന്ന ഒടിവ്, ചതവ്, മുറിവ്, വേദനകൾ, അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോള്, പ്രഷറ്, അതുപോലെ തന്നെ വാദം, പിത്തം, കഫം അങ്ങനെയുള്ള അസുഖങ്ങൾ, തലവേദന, ഉടിഞ്ഞി, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൈ പൊക്കാൻ, ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം നമ്മളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഇതെൻ്റെ ഒരു ബിസിനസ്സല്ല. എനിക്ക് ബിസിനസ്, ഞാനൊരു ക്രോർപ്രതിയാണ്. ഞാൻ ധാരാളം ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല ഇൻകം ടാക്സ് പേ ആണ്. നല്ല രീതിയിൽ ഞാൻ ബിസിനസ്, ഹോൾസെയിൽ ട്രേഡിങ്, മാനുഫാക്ചറിങ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം കേരളത്തിൽ മാത്രമല്ല, ഇന്ന് തമിഴ്നാട്ടിലും എൻ്റെ സ്ഥാപനങ്ങളുണ്ട്. ശരി. ഇപ്പം നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഓൾറെഡി തന്നെ നമുക്ക് കോട്ടയത്ത് 2 സ്ഥാപനമുണ്ട്. ഒന്ന് എൻ്റെ രജിസ്റ്റേർഡ് ഓഫീസും കാര്യങ്ങളുമാണ്. അതുകൂടാതെ തന്നെ ഒരു ഹോൾസെയിൽ ട്രേഡിംഗ് സെൻ്ററുണ്ട്, ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ. ഇത് കൂടാതെ ഇപ്പോൾ ഒരു മാള് പോലെ ഒരു സംഭവം, ഒരു 9 കടമുറികളുടെ ഒരെണ്ണം നമ്മുടെ കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു 7 സെൻറ്റോളം എടുത്ത്. പക്ഷേ എങ്കിലും പ്രധാനമായിട്ടും നമ്മൾ കളരിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും കളരിയിലാണോ? അല്ല, പ്രധാനമായിട്ടും ബിസിനസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ കളരി എൻ്റെ പാഷനാണ്. അത് പാഷനാണ്, മറ്റേ പ്രൊഫഷനും പാഷനും. അതാണ്. അതായത് നമ്മൾ രാവിലെ 8 തൊട്ട് വൈകുന്നേരം 8 വരെ ബിസിനസ്സും, വൈകുന്നേരം 8 തൊട്ട് രാവിലെ 8 വരെ കളരിയാണ്. അതായത് എനിക്ക് ഉറക്കം കുറവാണ്. കാരണം ഒരു മനുഷ്യൻ ഉറങ്ങുന്ന എപ്പോഴാണ്? അവൻ ടയേർഡ് ആകുമ്പോഴാണ്. അതെ, ടയേർഡ് എനിക്കില്ല. ശരി. ഇന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മനുഷ്യനല്ലേ. അല്ല, നമ്മൾ കേട്ടേക്കുന്നത് 6 മണിക്കൂർ മിനിമം ഉറങ്ങണം, അല്ല 8 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ശരിയാണ്, അതൊക്കെ ശരിയാണ്. അത് മിനിമം, അത് സാധാരണ വ്യക്തികളെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. അത് കുണ്ടലിനി ഉദ്ധരിച്ച വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് കുറച്ച് ഒരു രോഗപ്രതിരോധ ശക്തി കൂടുതലും, അതുപോലെ തന്നെ അവർക്ക് നല്ല ഒരു എനർജിയും, അതുപോലെ ഉന്മേഷമൊക്കെ കിട്ടുന്നതിനും, അതുപോലെ തന്നെ അവരുടെ കപ്പാസിറ്റി കൂടുതലാണ്. ഇന്ന് 74 കിലോ കുറച്ച് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ന് ഞാൻ ഏകദേശം 58 കിലോയിലോട്ട് ഞാൻ ചുരുങ്ങിയിരിക്കും. ഞാനൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് മറ്റൊന്നും ചെയ്യണ്ട. നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഒരു 99% നമുക്ക് കുറയും. നമ്മുടെ അരി ആഹാരം കുറയ്ക്കുക. അത് ശരി. നമ്മുടെ കേരളീയരുടെ ഇഷ്ട ഭക്ഷണമാണല്ലോ അരി. അല്ല, എന്നും പറഞ്ഞാൽ ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, ലിമിറ്റ് ചെയ്യുക. അതായത് ഉച്ചയ്ക്ക് ആണ് നമ്മൾ ഉച്ചഭക്ഷണം, നമുക്ക് മലയാളിക്ക് ചോറുണ്ണണം. ഞാനും ചോറുണ്ണും. പക്ഷേ ചോറുണ്ണുന്ന ഒരു ചിരട്ട ചോറ്, ബാക്കി മുഴുവൻ കറികളായിരിക്കണം. വെജിറ്റബിൾ ആയിട്ടുള്ള കറികൾ, നാരും ഉള്ള കറികൾ, അതായിരിക്കും നമ്മൾ കഴിക്കേണ്ടത്. രാവിലത്തെ ഭക്ഷണത്തിന് വ്യത്യാസമാണ്. രാവിലെ നമ്മൾ അധികം വലിച്ചു വാരിക്കറ്റരുത്. ഒരിക്കലും ഭൂമം നമ്മൾ ഇരിക്കുന്നത്. എൻ്റെ ചെറുപ്പനാളിൽ എൻ്റെ വയറൊക്കെ ഇവിടെ വരുമായിരുന്നു. അത് കാരണം അന്നൊക്കെ 7 ഊണും ഒക്കെ ഞാൻ കാലഘട്ടമൊക്കെ ഒഴിവ്. ഏറ്റവും അവസാനം ഈ കറിപ്പാത്രം വിളമ്പുന്നതിന് ചോറും പാത്രമായിട്ട് ഇറങ്ങി ഓടി. കാരണം ചെറുപ്പനാൾ കുമ്പോളം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അവസാനം കഴിയുമ്പോൾ പിള്ളേർ വിശന്ന് കഴിയുമ്പോൾ തന്നെ ഹോട്ടലിൽ കൊണ്ട് ചേർക്കും. നമുക്ക് വല്ല രക്ഷയുണ്ടോ? കാരണം ആ കാര്യത്തിൽ നല്ലപോലെ ഫുഡ് കഴിച്ചു. അതുപോലെ തന്നെ വീട്ടിൽ പശു വളർത്തും, ആട് വളർത്തും ഒക്കെ എല്ലാം കൊണ്ട് ശുദ്ധമായിട്ടുള്ള പാലും, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒത്തിരി ആയുർവേദ കാര്യങ്ങൾ, അമ്മുക്കുരവും പാൽ മുതക്കും കിഴങ്ങും ഇതുമൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആയുർവേദ ഗുരുക്കന്മാരുടെ സഹായം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തിട്ടാൽ സാറിന് 6 കാലം നിൽക്കുമെങ്കിൽ നമ്മൾ 60 കാലം നിൽക്കും. ശരി. അല്ല, എൻ്റെ ഒന്ന് വയറേന്ന് പിടിച്ച് തൊട്ട് നോക്ക്. എൻ്റെ വയറേന്ന് തൊട്ട് നോക്ക്. ശരി. അല്ല, ഈ വയറ് വെച്ച് നോക്കുമ്പോൾ അല്ല, ഇപ്പം ഞാൻ ശ്വാസമൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ കളരി പഠിക്കുന്നതിന് പ്രായപരിധി ഉണ്ടോ? പ്രായപരിധി എന്ന് പറഞ്ഞാൽ മുമ്പോട്ടുള്ള പ്രായപരിധിയാണോ? ചെറുപ്പത്തിൽ നമ്മൾ ഏത് വയസ്സ് മുതൽ നമുക്ക് പഠിക്കാൻ സാധിക്കും? ഏത് വയസ്സ് വരെ പഠിക്കാൻ സാധിക്കും? നമുക്ക് ഏകദേശം 6 വയസ്സ് മുതൽ നമുക്ക് പഠിക്കാം. ശരി. 6 വയസ്സ്. അത് പ്രായപരിധി ഒരു തിരിച്ചറിവ് പറഞ്ഞാൽ തിരിച്ചറിയണം. മോനെ ഈ ഇടതുകാല് വെക്കാൻ പറഞ്ഞാൽ ഇടതുകാല് വെക്കണം, വലതുകാല് വെക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കണം.
അങ്ങനെ ഒരു അനുസരണാശീലം ഉണ്ടായി വരുന്ന ആ ഒരു കാലഘട്ടം തൊട്ട് നമുക്ക് പഠിക്കാം. ഒരു കാര്യത്തിൽ പറഞ്ഞു ഞാൻ, നമ്മളെല്ലാം കളരി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കളരി വന്ന് ചെയ്യുമ്പോൾ അത് കളരിയും, അല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ നിപ്പും നടപ്പും ഇതും ആയിപ്പോകുന്നു ഇല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എഴുന്നേക്കും തന്നെ കളരിയാ, ശരി അല്ലേ? അതെ അതെ അതെ. ഇങ്ങനെ എഴുന്നേറ്റ് വരണ്ടേ? ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരുമ്പം തന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ നിവർന്നല്ലേ വരുന്നേ? അതെ അതെ. അപ്പം തന്നെ നമ്മുടെ നാട്ടിലും നിവർന്നു അല്ലേ? കൈയൊക്കെ ഇങ്ങനെ കുടഞ്ഞു അല്ലേ? ഇങ്ങനെ തന്നെയാണ് അല്ലേ? അതെല്ലാം ഇത് തന്നെ. കാരണം അതിനെ നമ്മൾ ബൈഫർക്കേറ്റ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത് കളരിയും ഇത് മറ്റേത് ജീവിത പ്രയാണത്തിന് വേണ്ടി നമ്മൾ നാട്ടിൽ വിടുന്ന ഓരോ വേലകളുമായിട്ട് മാറുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് കുറേ മുറകളൊക്കെ ഇനി കാണണം. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ചതിന് പ്രത്യേക നന്ദി. അപ്പം നമ്മൾ കളരിയെക്കുറിച്ചും പാരമ്പര്യ ചികിത്സകളെക്കുറിച്ചും ഒക്കെ ലെജൻഡായ ഒരു വ്യക്തിയിൽ നിന്നുള്ള വാക്കുകളാണ് നമ്മൾ അറിഞ്ഞത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലൈവ് ടിവിയുടെ എൻ്റയർ മീഡിയ ടീമിനും ക്യാമറാമാൻ റിജോയ് പറവൂറിനൊപ്പം സൈനിങ് ഓഫ്. പ്രിയപ്പെട്ട ഗുരുക്കൾക്കുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. നന്ദി, നമസ്കാരം.